Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കാലിക്കടവ് തൃക്കരിപ്പൂർ പ്രധാന പാതയിലെ ചന്തേരയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കൂടെ സഞ്ചരിച്ച യുവാവിനെ ഗുരുതര പരിക്കുകളോടെ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലിയപറമ്പ് കന്നുവീട് കടപ്പുറത്തെ ഈ രാജീവന്റെയും പ്രജിനയുടെയും മകൻ 19 വയസ്സുള്ള വസുദേവാണ് അപകടത്തെ തുടർന്ന് തൽക്ഷണം മരിച്ചത്. ബൈക്കിൽ കൂടെ സഞ്ചരിച്ചിരുന്ന കന്നുവീട് കടപ്പുറത്തെ അനിലിന്റെ മകൻ ആദിത്യനെ ഗുരുതര പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് കാറിന്റെ അരികിലിടിച്ചാണ് അപകടമുണ്ടായത്. ഞായറാഴ്ച വൈകുന്നേരം 3 മണിയോടെ ചന്തേര ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിലാണ് അപകടം നടന്നത്. കാലിക്കടവ് ഭാഗത്ത് നിന്ന് വന്ന ബൈക്ക് മുന്നിലെ വാഹനങ്ങൾ ബ്രേക്ക് ചെയ്തപ്പോൾ നിർത്താനുള്ള ശ്രമത്തിൽ നിയന്ത്രണം വിട്ട് മുന്നിൽ പോയ കാറിന്റെ അരികിലിടിച്ച് യുവാക്കൾ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. നാട്ടുകാരും ചന്തേര സ്റ്റേഷനിൽ നിന്നെത്തിയ പോലീസും ചേർന്ന് ചെറുവത്തൂരിലെ ആശുപത്രിയിലേക്ക് എത്തിക്കും മുൻപ് വസുദേവ് മരണപ്പെട്ടു. വസുദേവിന് ഒരു സഹോദരിയുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള ചെറുവത്തൂർ ITIയിൽ പുതിയ കോഴ്സ് ആരംഭിക്കുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മന്ത്രി OR കേളു പറഞ്ഞു. ചെറുവത്തൂർ ITIക്കായി പുതുതായി നിർമ്മിച്ച 2 നില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒറ്റ കോഴ്സിൽ പ്രവർത്തിക്കുന്ന ചെറുവത്തൂരിന് പുതിയ കോഴ്സുകൾ അനുവദിക്കുന്ന കാര്യത്തിന് മുൻഗണന നൽകുന്നതായും മന്ത്രി പറഞ്ഞു. കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സ്മാർട്ട് ക്ലാസ് റൂം, ഓഫീസ് റൂം, പ്രിൻസിപ്പൽ ഓഫീസ് റൂം, ഹെഡ് റൂം തുടങ്ങിയ സൗകര്യങ്ങളോടെ ചെറുവത്തൂർ ITIക്കായി 83.44 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച 2 നില കെട്ടിടമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഒരു കാരണം എന്ന് നമ്മൾ കേരളം എന്ന് പറയുന്ന, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ നാടാണ് കേരളം അല്ലേ. എന്ത് കിട്ടിയാലും നമ്മൾ വാങ്ങണം. പണം ചെലവഴിക്കുന്നതിന് നമുക്കൊരു കണക്കുണ്ടോ? ഒരു കണക്കിൽ എന്തിനും നമ്മൾ പണം ചെലവഴിക്കും. അപ്പോൾ കുഞ്ച നമ്പ്യാർ പറഞ്ഞതുപോലെ വരും, എന്തെന്ന് 10 കിട്ടിയവന് അല്ലേ 100 കിട്ടണം. അപ്പോൾ ഇവിടെ കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പോകണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കണം. അതിനോട് എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കണം, അത് വളരെ തോനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മളെ എല്ലാവരെയും പിടിമുറുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചടങ്ങിൽ M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിശിഷ്ടാതിഥിയായി. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പട്ടികജാതി വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KK ഷാജു, ഉത്തരമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടർ A ബാബുരാജൻ, പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K വല്ലി, പഞ്ചായത്ത് അംഗം മഹേഷ് വെങ്ങാട്ട്, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ P മിനി, K ബാലകൃഷ്ണൻ, AV ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഏഴിലോട് പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ വിതരമന വിഷ്ണു നമ്പൂതിരി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. രാവിലെ മുതൽ കേശവതീരം ആയുർവേദ സമുച്ചയത്തിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ഉച്ചയോടെ തറവാട്ട് ശ്മശാനത്തിൽ നടന്നു. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പരിസ്ഥിതി പ്രവർത്തകനും കേശവതീരം ആയുർവേദ ആശുപത്രിയുടെ സ്ഥാപകനുമായ പുറച്ചേരി വിതുരമന ഇല്ലത്ത് വിഷ്ണു നമ്പൂതിരി അന്തരിച്ചു. കേശവതീരം ആയുർവേദ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറാണ്. കവിമണ്ഡലം കേന്ദ്ര സമിതി, പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സഭായോഗം,
അറത്തിൽ വായനശാല, യോഗക്ഷേമ സഭ, യുവജനസഭ ജില്ലാ പ്രസിഡന്റ്, ബാലഗോകർണം ശിവക്ഷേത്രം, പരിസ്ഥിതി സമിതി, കുഞ്ഞുമംഗലം മാങ്ങ കൂട്ടായ്മ, ജോൺസി സ്മൃതി സമിതി, മാടായിപ്പാറ സംരക്ഷണ സമിതി തുടങ്ങി നിരവധി സംഘടനകളുടെ നേതൃനിര പ്രവർത്തകനാണ്. ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ ആയുഷ് പുരസ്കാരം, സഭായോഗം മാർഗദീപം, കർമ്മജ്യോതി, വ്യാപാര ശ്രേഷ്ഠ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. നിരവധി സംഘടനകളാൽ ആദരിക്കപ്പെട്ടിരുന്നു. മലബാറിൽ തേനീച്ച വളർത്തലിന് തുടക്കമിട്ട് തേനീച്ച കൃഷിക്ക് വ്യാപക പ്രചാരം നൽകി. താടിയിലും മുഖത്തും തേനീച്ചകളുടെ കൂട് തീർത്ത് പൊതുവേദികളിൽ പ്രദർശനം നടത്തി തേനീച്ചകളുടെ തോഴൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയനായിരുന്നു. ഭാര്യ നാഗാർജുന പയ്യന്നൂർ മാനേജർ ലതാ വി അന്തർജനം. മക്കൾ കേശവതീരം ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കേശവൻ വിതരമന, സ്പെഷ്യൽ കൺസൾട്ടന്റ് ഡോക്ടർ അശ്വതി വിതരമന. ഞായറാഴ്ച രാവിലെ മുതൽ കേശവതീരം ആയുർവേദ സമുച്ചയത്തിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയോടെ തറവാട്ട് വളപ്പിൽ സംസ്കാരം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. KSTP റോഡിൽ പഴയങ്ങാടി എരിപുരം ഇറക്കത്തിൽ റോഡരികിലെ അനധികൃത പാർക്കിങ്ങും കച്ചവടങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ദുരിതമാകുന്നു. തിരക്കേറിയ റോഡിലൂടെ ജീവൻ പണയം വെച്ച് സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്ക്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി എരിപുരം ഇറക്കത്തിൽ റോഡരികിലെ അനധികൃത പാർക്കിങ്ങും കച്ചവടങ്ങളുമാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. മാടായി കോളേജ്, വാദിഹുദ, മാടായി സ്കൂൾ, ട്രഷറി, താലൂക്ക് ആശുപത്രി തുടങ്ങിയിടങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വൈകുന്നേരങ്ങളിലും മറ്റും ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ ഇതിലൂടെ സഞ്ചരിക്കുന്നത്. റോഡരികിൽ നീളെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ യാത്രക്കാർ തിരക്കേറിയ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. നടപ്പാതയിൽ കച്ചവടക്കാരും സ്ഥാനം പിടിച്ചതോടെ അതിലൂടെയും പോകാനാവില്ല. വണ്ടി മൊത്തം പോകുന്നില്ലേ, ആ വണ്ടി മൊത്തം പുറത്തോട്ടേ വരുന്നത്. കറക്റ്റ് നടക്കാനായിട്ടുള്ള വഴിയില്ല. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിലോട്ട് നടക്കുമ്പോൾ ഇവിടെയൊക്കെ പറക്കേറ്റ് നടക്കുമ്പോഴത്തേക്ക് റോഡിന് നടുക്കോട്ടേക്കാണ് നമ്മൾ നടന്നു വരുന്നത്. അപ്പോഴേക്ക് വണ്ടിയും പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നടക്കാൻ കറക്റ്റായിട്ടുള്ളൊരു സ്ഥലം കിട്ടുന്നില്ല. ജനങ്ങൾ പരാതി പറഞ്ഞു മടുത്തു എന്നല്ലാതെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കാൻ പോലീസോ മറ്റ് അധികൃതരോ ഇനിയും തയ്യാറായിട്ടില്ല. പലപ്പോഴും KSTP റോഡിൽ എരിപുരം മുതൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. മാടായിപ്പാറയുടെ ഇറക്കം മുതൽ ബസ് സ്റ്റാൻഡ് വരെ എല്ലാവർക്കും ഉപകാരപ്രദമായ നടപ്പാത വേണമെന്ന ആവശ്യവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞോമനകൾക്ക് ഇനി കുഞ്ഞുമെത്തയിൽ വിശ്രമിക്കാം. കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ അങ്കണവാടികൾക്കും കിടക്കകൾ വിതരണം ചെയ്തു. M. വിജയൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ അംഗൻവാടികൾക്കും MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്നേഹക്കിടക്കകളുടെ വിതരണോദ്ഘാടനം M. വിജയൻ MLA നിർവഹിച്ചു. എരിപുരം അടുത്തുള്ള വെസ്റ്റ് അംഗൻവാടിയിലെ കുട്ടികൾക്ക് കിടക്കകൾ നൽകിയാണ് MLA ഉദ്ഘാടനം നിർവഹിച്ചത്. പക്ഷേ എല്ലാ മാറ്റം വരുമ്പോൾ അംഗനവാടികൾ നമ്മുടെ മക്കളുടെ കടത്തിൽ ഇടവും മാറ്റുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മാറ്റം നമ്മുടെ അംഗനവാടികൾക്ക് ഉണ്ടാവണം. ഒരുപാട് മാറ്റങ്ങൾ പഞ്ചായത്ത്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ചേർന്നുകൊണ്ട് അംഗനവാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരുപാട് മാറ്റങ്ങൾ അംഗനവാടികൾക്ക് ഉണ്ടാകണം. അതിൽ ഒരു പദ്ധതി എന്ന വണ്ണമാണ് അംഗനവാടികളിൽ കുട്ടികൾക്ക് കിടക്ക വിതരണം നമ്മുടെ ഈ പദ്ധതി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 654 ബെഡുകളാണ് മണ്ഡലത്തിൽ 220. അത് നമ്മൾ കണക്കാക്കിയത് എരിപുരം മാടായി ബാങ്ക് PCC ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ 229 അംഗൻവാടികൾക്ക് MLAയുടെ പ്രത്യേക വികസന ഫണ്ട് 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ 656 മെത്തകൾ വാങ്ങിയത്. കയർഫെഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചടങ്ങിൽ ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബിന്ദു CA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ M. ശ്രീധരൻ, TT ബാലകൃഷ്ണൻ, T. നിഷ, A. പ്രാർത്ഥന എന്നിവരും ഗഫൂർ മാട്ടൂൽ, വിനീത V, ജസീർ അഹമ്മദ്, K. ഭാർഗവൻ, KV ഓമന, CDPOമാരായ ലതാ P, നിർമ്മല K, രേണുക പാറയിൽ, ലതിക PV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി SSLC +2 USS NMMS ജേതാക്കളെ അനുമോദിച്ചു. സ്കൂൾ അസംബ്ലി ഹാളിൽ നടന്ന പരിപാടി TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. PTA-യും അപ്പർ PTA-യും SMC-യും എല്ലാം അധ്യാപകരാകെ വിദ്യാർത്ഥികളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി വരുന്നത്. നമ്മുടെ ഈ മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സ്കൂളുകളിലൊന്നാണ് വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. വളരെ മാതൃകാപരമായ ഒരു ചരിത്രവും വർത്തമാനവുമുള്ള സ്കൂളാണ്. ജനകീയമായിട്ടുള്ള കരുത്തിലാണ്, ജനങ്ങളുടെ സർവാത്മനയുള്ള പിന്തുണയിലാണ്. സ്കൂൾ എങ്ങനെയാവണം എന്ന ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാട് മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വെള്ളൂർ ഗവൺമെൻറ് ഹൈസ്കൂളിന് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള കെട്ടിടവും ഈ മൈതാനവും ഇതുപോലെയൊക്കെയുള്ള ആവശ്യമായിട്ടുള്ള PTA പ്രസിഡന്റ് N. രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ K. ജയചന്ദ്രൻ, ഹെഡ് മിസ്റ്റർസ് ദീപ വി, നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ C. ജയ, T. ദാക്ഷായണി, E. ഭാസ്കരൻ, E. കരുണാകരൻ, MN സിനാജുദ്ദീൻ, ദീപ്തി PC, അജീഷ് ആന്റണി, സന്ധ്യ CP, രാജീവൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള പൂരക്കളി കലാ അക്കാദമി മാതമംഗലം മേഖലാ സമ്മേളനം കടന്നപ്പള്ളി കുറ്റ്യാട്ട് പുലിയൂർ കാളിക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള പൂരക്കളി അക്കാദമി സെക്രട്ടറി VP മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസം 12, 13 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കുന്ന കേരള പൂരക്കളി കലാ അക്കാദമിയുടെ 9ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നടക്കുന്ന മാതമംഗലം മേഖലാ സമ്മേളനം കടന്നപ്പള്ളി കുറ്റ്യാട്ട് പുലിയൂർ കാളി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്മേളനം കേരള പൂരക്കളി കലാ അക്കാദമി സെക്രട്ടറി VP മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വർത്തമാനകാലത്ത് നമുക്ക് ജീവിച്ചു പോകാം. ഭൂതവും ഭാവിയും ഒന്നും വിഷയമല്ല, നമുക്ക് വർത്തമാനത്തിൽ ജീവിക്കുക. ഈ വർത്തമാനത്തിൽ ജീവിക്കുക എന്ന നിലയിലേക്ക് സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള ബോധപൂർവമായ ഇടപെടൽ നടക്കുന്നു. വർത്തമാനത്തിലുള്ള ജീവിതം എന്ന് വരുമ്പോഴേക്ക് മറ്റ് ഒരു തരത്തിലുള്ള സാമൂഹ്യ ഇടപെടൽ നടത്താതെ മനുഷ്യനെ മാറ്റുക, വ്യക്തിത്വം ഉള്ളവരാക്കി കയറ്റുക. വ്യക്തിത്വത്തിനപ്പുറത്തേക്ക് സാമൂഹ്യ ജീവി എന്നുള്ള നിലയിലുള്ള മനുഷ്യന്റെ എല്ലാ ഇടപെടലുകളെയും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് വർത്തമാനകാലത്ത് മാത്രം ജീവിക്കുക എന്നതിന്റെ പ്രത്യേകത. സംസ്ഥാന കമ്മിറ്റി അംഗം എം അജയൻ അധ്യക്ഷത വഹിച്ചു. K. ഫൽഗുനൻ നന്ദിതിര്യൻ, PV സുരേന്ദ്രൻ, P. സജികുമാർ, M. പ്രദീപൻ, V. ഗോപാലകൃഷ്ണൻ പണിക്കർ, T. മനോഹരൻ, P. സന്തോഷ് പാലായി, പ്രഭാകരൻ തളിപ്പറമ്പ, രഘുത്തമൻ കുണിയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ആദര സമ്മേളനം മറുത്തുകളി രംഗത്തെ ആചാര്യന്മാരിൽ പ്രമുഖനായ കാഞ്ഞങ്ങാട് P. ദാമോദരൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ജലസുരക്ഷാ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത അത്യാവശ്യമായ സാഹചര്യത്തിൽ സൗജന്യ നീന്തൽ പരിശീലനവുമായി കുഞ്ഞിമംഗലം രാജൻ ബ്രദേഴ്സ്. 50ലധികം കുട്ടികളും 25ലധികം അമ്മമാരുമാണ് രാജൻ ബ്രദേഴ്സിന്റെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ നീന്തൽ പരിശീലനം നേടുന്നത്. നീന്തൽ പരിശീലനത്തിലൂടെ നമ്മൾ നമ്മുടെ ഭാവി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നീന്തൽ പഠിച്ചാൽ ആവശ്യഘട്ടങ്ങളിൽ സ്വയം സംരക്ഷിക്കാനും മറ്റുള്ളവരെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ആത്മവിശ്വാസവും കഴിവും നേടിയെടുക്കാനും സാധിക്കും. ജലസുരക്ഷാ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത മുമ്പൊരിക്കലും ഇത്രയും നിർണായകമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കുഞ്ഞിമംഗലം രാജൻ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നീന്തൽ പരിശീലനത്തിന് പ്രസക്തിയേറുന്നത്. ജൂൺ 1 കുഞ്ഞിമംഗലം വീരചാമുണ്ടേശ്വരി ക്ഷേത്രകുളത്തിലാണ് നീന്തൽ പരിശീലനത്തിന് തുടക്കമായത്. 50ലധികം കുട്ടികളും 25ലധികം അമ്മമാരും രാജൻ ബ്രദേഴ്സിന്റെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ നീന്തൽ പരിശീലനം നേടുകയാണ്. പുതിയ കാലത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്, നിരവധി ജലാശയ അപകടങ്ങളാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത്. ഈ അപകടങ്ങളിൽ നിരവധി കുട്ടികളും മുതിർന്നവരും മരണപ്പെടുന്ന സാഹചര്യമാണുള്ളത്. നീന്താൻ അറിയില്ലെന്നുള്ള പോരായ്മയാണ് പലപ്പോഴും വെള്ളത്തിൽ വീഴുന്നവർ മരണപ്പെടാൻ കാരണമാകുന്നത്. ഇതൊഴിവാക്കാനാണ് കുഞ്ഞിമംഗലം രാജൻ ബ്രദേഴ്സ് നീന്തൽ വശമില്ലാത്തവർക്ക് അത് പഠിക്കാനായി സൗജന്യ നീന്തൽ പരിശീലനത്തിന് തുടക്കമിട്ടത്. ഇതോടൊപ്പം കുട്ടികൾക്കായുള്ള രാജൻ ബ്രദേഴ്സിന്റെ വോളിബോൾ പരിശീലനവും മികച്ച രീതിയിൽ മുന്നേറുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കേരള കർഷക സംഘം പയ്യന്നൂർ സൗത്ത് വില്ലേജ് സമ്മേളനം കണ്ടങ്ങാളി ഷേണായ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം MB രാജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
കേരള കർഷക സംഘം പയ്യന്നൂർ സൗത്ത് വില്ലേജ് സമ്മേളനം കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KKR നഗറിൽ നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം MV രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മുന്നണിക്ക് തിളക്കമാർന്ന വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നത് കർഷക മക്കൾ നടത്തിയ തീക്ഷ്ണമായ സമരത്തിന്റെയും പോരാട്ടത്തിന്റെയും നേട്ടത്തിന്റെ ഭാഗമാണ് എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഞാൻ ചൂണ്ടിക്കാണിച്ചു, ഡൽഹി സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് വന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുട്ടുമടക്കിയ സമരമായി കർഷക മക്കൾ നടത്തിയ തീക്ഷ്ണമായ സമര പോരാട്ടങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഉത്തർപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ 38 സീറ്റ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. വില്ലേജ് പ്രസിഡന്റ് M ബാബു പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, വില്ലേജ് സെക്രട്ടറി NV സുനിൽകുമാർ, TV രവീന്ദ്രൻ, KV ഭാരതി, പ്രദീപൻ M പ്രസാദ്, M ആനന്ദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് കർഷകരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വെള്ളൂർ വനിതാ വ്യായാമ കേന്ദ്രത്തിന്റെ 3ാം വാർഷികം വനിതാ വ്യായാമ കേന്ദ്രത്തിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയുടെ കീഴിൽ വെള്ളൂരിൽ പ്രവർത്തിക്കുന്ന വനിതാ വ്യായാമ കേന്ദ്രത്തിന്റെ 3ാം വാർഷികാഘോഷം അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വ്യായാമ കേന്ദ്രത്തിൽ വെച്ച് നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ആരോഗ്യ നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പല സ്ത്രീകളും പറയുന്നത് യോഗ ചെയ്തതിന് ശേഷം എനിക്ക് നടുവേദന മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുട്ടുവേദന മാറിയിട്ടുണ്ട്, പല രോഗങ്ങളും മാറ്റുന്നതിന് വേണ്ടി കഴിയുന്നു എന്നതാണ് യോഗ കൊണ്ട് സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. നഗരസഭക്കകത്ത് 7 വ്യായാമ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. വി ബാലൻ ചടങ്ങിൽ അധ്യക്ഷനായി. E കരുണാകരൻ, C ജയ, സജിത VV, E ഭാസ്കരൻ, T ദാക്ഷായണി, O സുമതി, നസീമ KP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വർത്തമാനകാല ആരോഗ്യ സംരക്ഷണത്തിൽ വ്യായാമത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് കാങ്കോൽ ആലപ്പുഴ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയപ്രകാശ് KT സംസാരിച്ചു. രജന K ആണ് പരിശീലക. നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ. കർഷക സംഘം കുഞ്ഞിമംഗലം സൗത്ത് വില്ലേജ് സമ്മേളനം ഗോപാൽ UP സ്കൂളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം പുല്ലായിക്കുടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം കുഞ്ഞിമംഗലം സൗത്ത് വില്ലേജ് സമ്മേളനം കുഞ്ഞിമംഗലം തെക്കുംപാട് ഗോപാൽ UP സ്കൂളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം പുല്ലായിക്കുടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കൃഷിക്കാരന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിച്ചാൽ ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ കരാറുണ്ടാക്കുമ്പോഴും കർഷകന്റെ മേൽ, കൃഷിക്കാരന്റെ മേൽ, കാർഷിക മേഖലയ്ക്ക് മേൽ പുതിയ നിയന്ത്രണങ്ങളും നിബന്ധനകളും ഏൽപ്പിച്ചുകൊണ്ട് നിലവിൽ പോലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന കർക്കശമായ നിലപാടുകൾ രൂപപ്പെടുത്തുകയായിരുന്നു ഓരോ കരാറ് വഴിയും ഇന്ത്യയിൽ പോലും അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ലോകത്തിന്റെ സ്ഥിതി. ലോക രാജ്യങ്ങളിലും ഈ ലോക വ്യാപാര സംഘടന അതത് രാജ്യങ്ങളിലെ കാർഷിക മേഖല കടന്നു കയറി കൃഷിക്കാരെ ചൂഷണം ചെയ്യാനും കാർഷിക സമ്പത്ത് തട്ടിക്കൊണ്ടുപോകാനും അതുവഴി K പത്മനാഭൻ പതാക ഉയർത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K രഘു, M ലക്ഷ്മണൻ, PV സന്തോഷ് മാസ്റ്റർ, TK പത്മാവതി, KV ഗോപാലൻ, V ശങ്കരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പെരിങ്ങോം ഏരിയ കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പെരിങ്ങോം ഏരിയ കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കൾ, നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം. മലയാളികളെ കുറിച്ച് പറയുന്നത് ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് എന്താണ്, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം എന്താണ്? അത് മക്കളുടെ വിദ്യാഭ്യാസം. നമ്മൾ രാവിലെ തൊട്ട് രാത്രിയും എല്ലാം വണ്ടി ഓടിച്ചിട്ട് നമ്മുടെ മക്കളെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച് സ്വപ്നം കണ്ട സ്വപ്നത്തിന്റെ നെറുകയിലേക്ക്
ATV ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷനായി. UV രാമചന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PV പത്മനാഭൻ, T നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഫാമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സഹകരണ സംഘം ഹോസ്ദുർഗ് താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ P. ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ A ക്ലാസ് അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വടക്കേ തൃക്കരിപ്പൂർ, തെക്കേ തൃക്കരിപ്പൂർ, ഉദിനൂർ വില്ലേജുകളുടെ പരിധിയിലെ ഉന്നത വിജയം നേടിയ 43 വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചത്. ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം സഹകരണ സംഘം ഹോസ്ദുർഗ് താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ P. ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. മറ്റു കാര്യങ്ങൾ ആരംഭിച്ചിട്ടൊക്കെ പക്ഷേ ഈ ചിത്രത്തിന്റെ മൂല്യം ഇന്ന് കണക്കാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം ഹോസ്ദുർഗ് അസിസ്റ്റന്റ് ഡയറക്ടർ C. സുനിൽകുമാർ മുഖ്യാതിഥിയായി. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ C. സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് LK യൂസഫ്, ബാങ്ക് ഡയറക്ടർമാരായ C. രവി, T. അജിത, ചീഫ് അക്കൗണ്ടന്റ് K. രാജീവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നെല്ല് ശേഖരണം വേഗത്തിലാക്കണമെന്ന ആവശ്യം പ്രമേയമായി അവതരിപ്പിച്ച് കേരള കർഷക സംഘം പെരളം സൗത്ത് വില്ലേജ് സമ്മേളനം സമാപിച്ചു. പെരളം കൈരളി വായനശാലയിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PP. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷിക്ക് സർക്കാർ വലിയ തോതിൽ ആനുകൂല്യങ്ങൾ നൽകി തുടങ്ങിയതോടെ നെൽകൃഷി വ്യാപകമായിട്ടുണ്ട്. എന്നാൽ നെല്ല് സൂക്ഷിക്കാൻ കർഷകന് സാധിക്കുന്നില്ല. ഈ ഒരവസരത്തിൽ നെല്ല് ശേഖരണം വേഗത്തിലാക്കണമെന്ന ആവശ്യം പ്രമേയമായി അവതരിപ്പിച്ച് കേരള കർഷക സംഘം പെരളം സൗത്ത് വില്ലേജ് സമ്മേളനം സമാപിച്ചു. പെരളം കൈരളി വായനശാലയിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PP. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. 1917 ലക്ഷണമൊത്തൊരു വിപ്ലവം നടത്തി ലോക തൊഴിലാളി വർഗം അധികാരം നേടിയെടുത്ത സോവിയറ്റ് യൂണിയനെ തകർക്കുക എന്നുള്ളതായിരുന്നു. 1917 ഉദയം ചെയ്ത് സോവിയറ്റ് യൂണിയനെ തകർക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ആ കാലത്ത് ഈ സമരം ഇങ്ങനെ വരുമ്പോൾ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ KPCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന EMS ആണ്. ഇടതുപക്ഷക്കാരുടെ കയ്യിലാണ് കേരളത്തിൽ KPCC. അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു പ്രസിഡന്റ്. കൈരളി വായനശാലയിൽ പ്രത്യേകം തയ്യാറാക്കിയ K. രാഘവൻ നഗറിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. K. സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. G. ലിജിത്ത്, K. രാജീവൻ, TK. ജയന്തി എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു. TV. നാരായണൻ മാസ്റ്റർ, BP. പ്രഭാകരൻ, T. പത്മാവതി, PP. ജനാർദ്ദനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അകാലത്തിൽ പൊലിഞ്ഞ പ്രശസ്ത ഗായകൻ ജോസ് പ്രകാശിന് മ്യൂസീഷ്യൻ വെൽഫെയർ അസോസിയേഷൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ സംഗീത സമർപ്പണം നടത്തി. ചെറുകുന്ന് ബോർഡ് സ്കൂളിൽ നടന്ന പരിപാടി കണ്ണപുരം CIP ബാബുമോൻ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ SPB എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗായകനായിരുന്നു കണ്ണപുരത്തെ ജോസ് പ്രകാശ്. ഗാനമേള രംഗത്ത് അടിപൊളി ഗാനങ്ങളിലൂടെ സംഗീതപ്രേമികളുടെ മനം കവർന്ന കലാകാരൻ. റിയാലിറ്റി ഷോകളിലും മിന്നും പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അകാലത്തിൽ പൊരിഞ്ഞ ജോസ് പ്രകാശിന് സംഗീതപ്രേമികളുടെ നേതൃത്വത്തിൽ സംഗീത സമർപ്പണം നടത്തി. കണ്ണപുരം CI ബാബുമോൻ പൗലോസ് സംഗീത സമർപ്പണം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത് ചെറിയ ഉണ്ടാക്കായി അല്ലേ, അത് കഴിക്കാൻ നമ്മുടെ കീശയിലൊക്കെ പൈസ എടുത്ത് തീർന്നാൽ പോകും. ഫസ്റ്റ് സെക്കൻഡ് ഇയർ വന്നപ്പോൾ ആ പ്രശ്നമൊക്കെ തീർന്നു. അപ്പോഴും ഈ ജോസ് പ്രകാശൊക്കെ നമ്മൾ ദൂരെ നിന്ന് കാണുന്നതായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഒരു ഗായകനായി മാറി അവിടെ തന്നെ കലാപരിപാടിയൊക്കെ അവതരിപ്പിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു. എവിടെയാണ് ഈ പ്രതിഭ വെച്ചിരുന്നത് എന്ന് അത്ഭുതം തോന്നിയിട്ടുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പള്ളികളിലും മറ്റുമൊക്കെ പുള്ളിൻ്റെ ഗാനട്രൂപ്പ് ഡാൻസ് ചെയ്യുന്നതും വളരെ മനോഹരമായി ഹിന്ദി തമിഴൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നി, അതൊക്കെ അഭിമാനം തോന്നിയിരുന്നു നമ്മുടെ നാട്ടുകാരനായ പാടൻ ഇത് ചെയ്യുന്ന കാണുമ്പോൾ. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് CR മനോജ് കുമാർ, സംസ്ഥാന സെക്രട്ടറി K. അനിൽ രാജ്, ലക്ഷ്മണൻ ചെറുകുന്ന്, PM വിനോദ്, ജിതേഷ് കണ്ണപുരം, C. വിജയൻ, പ്രവീൺ ചെറുകുന്ന് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനാലാപനവും ഉണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. എരമം കുറ്റൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ T. കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ T. കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ
എത്ര തന്നെ എന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം 2-3 വർഷങ്ങളിലായിട്ട് കൃഷിഭവനും അതുപോലെ തന്നെ മാതമംഗലം കൂട്ടായ്മയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ തുടക്കം. ചടങ്ങിൽ രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ, കൃഷി അസിസ്റ്റന്റ് ടി.പി. സതീശൻ, കൃഷി അസിസ്റ്റന്റ് ഒ ജ്യോതി, കെ.വി. മനീഷ്, പി. ദീപീഷ്, ബൈജു പാണപ്പുഴ, കെ. സൈതാലി, ജയരാജ് മാതമംഗലം, പി. ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കർഷക സംഘം കരിവള്ളൂർ സൗത്ത് വില്ലേജ് സമ്മേളനം കരിവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജിലെ വയലുകളിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിച്ച് കർഷക സംഘം കരിവള്ളൂർ സൗത്ത് വില്ലേജ് സമ്മേളനം സമാപിച്ചു. കരിവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം കെ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയ കാലത്ത് നവ ഉദാരവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ കർഷക നയങ്ങൾക്കെതിരായിട്ട് കൃഷിക്കാരെയാകെ അണിനിരത്തി മുന്നോട്ട് പോവുക എന്നുള്ള കടമ ഏറ്റെടുത്തു പോവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നമ്മുടെ സംഘടനയെ കരുത്താർജിപ്പിക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നിലക്കുള്ള ഒരു പരിശോധനയും കടമ നിർവഹണം നടത്തത്തക്ക നിലയിൽ നമ്മുടെ സംഘടനയെ പ്രാപ്തമാക്കാൻ ഈ സമ്മേളനം പ്രതിനിധി സഹാക്കളെല്ലാം പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പി. മുരളീധരൻ അധ്യക്ഷനായി. ടി. കെ. സുരേന്ദ്രൻ മാസ്റ്റർ, എ. കെ. ഗിരീശൻ, എ. വി. സുകുമാരൻ, ഇ. രാജൻ, കെ. വി. പ്രീത, എൻ. വി. നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാടായി BRCയുടെ നേതൃത്വത്തിൽ SRG ഗ്രൂപ്പ് അംഗങ്ങൾക്കായി ഏകദിന പരിശീലനം നടത്തി. മാടായി സബ് ജില്ലയിലെ 84 വിദ്യാലയങ്ങളിൽ നിന്നും പങ്കെടുത്ത SRG കൺവീനർമാർക്കായുള്ള ശില്പശാല മാടായി AO ഡോക്ടർ സംഗീത ഉദ്ഘാടനം ചെയ്തു. മാടായി BRC ട്രെയിനർമാരായ സതീഷ് നേവി, ജീവാനന്ദ എസ് എന്നിവർ സംസാരിച്ചു. ഡയറ്റ് ലെക്ചറർ ഉണ്ണികൃഷ്ണൻ കെ പരിശീലന പരിപാടി കൈകാര്യം ചെയ്തു. പരിശീലനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര യോഗാ ദിനവും അന്താരാഷ്ട്ര സംഗീത ദിനവും ആചരിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര യോഗാ ദിനം മാടായി AO ഡോക്ടർ കെ സംഗീതയും, സംഗീത ദിനം BRC ട്രെയിനർ രഞ്ജിത്തും ഉദ്ഘാടനം ചെയ്തു. ചിലർക്ക് അതൊന്നും ആലോചിക്കാറില്ല. ഇങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന പരിപാടി നമ്മുടെ SRG യോഗത്തിൽ വാക്ക് നമുക്ക് കൊടുക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഈ 2 ദിനങ്ങൾ കൂടിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായിപ്പാറയിലെ സസ്യജന്തു വൈവിധ്യങ്ങളെ തൊട്ടറിഞ്ഞ് ജില്ലയിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമാർ. കണ്ണൂർ സിറ്റി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ. രാജേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മാടായിയുടെ ചരിത്രവും ജൈവ വൈവിധ്യങ്ങളും കണ്ടറിയാനാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമാർ ഞായറാഴ്ച രാവിലെ മാടായിപ്പാറയിലെത്തിയത്. കണ്ണൂർ സിറ്റി ജില്ലയിൽ ഉൾപ്പെടുന്ന 42 സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ലീഡർമാരാണ് ക്യാമ്പിലെത്തിയത്. കഴിഞ്ഞ വർഷം സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുത്തവരാണിവർ. മാടായിപ്പാറയിലെ ജൂതക്കുളം, കോട്ട, വടുകുന്ത തടാകം തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ചു. ജില്ലയിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമാർ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് കണ്ണൂർ സിറ്റി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ. രാജേഷ് പറഞ്ഞു. ഇവിടെയുള്ള കുളത്തിനൊക്കെ സമീപത്തുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കുട്ടികൾക്ക് കഴിയുന്ന രീതിയിൽ അവരൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിലും ഏറെയാണ് ഇവിടെയൊക്കെ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നമ്മുടെ കണ്ണൂരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു പ്രദേശം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നമുക്ക് കഴിയുകയുള്ളൂ. SPC കേഡറ്റുകൾ എപ്പോഴും മുന്നിലുണ്ടാവും. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടാവണമെന്നാണ് SPCക്ക് വേണ്ടി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. മാടായിപ്പാറയിൽ മാലിന്യം നിറഞ്ഞ പ്രദേശങ്ങൾ വിദ്യാർത്ഥികൾ ശുചീകരിക്കുകയും ചെയ്തു. മാടായിപ്പാറ പോലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലുടനീളം ഇന്ന് മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ പെറുക്കിയെടുത്ത് നമ്മുടെ നാടിനെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന രീതിയിലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും അത് പൂർണ്ണമാകുന്നില്ല. നമ്മളേവരും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായാലും എല്ലാവരും കൂടി ഒത്തുചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നല്ലത്. സനീഷ് PP, കെ. ശ്രുതി, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ വി. സുബി, കെ. ഷിജോയ്, കോർഡിനേറ്റർമാരായ പി. അഭികൃഷ്ണ, നേഹ കെ, സൗരവ് കെ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കർഷക സംഘം കുഞ്ഞുമംഗലം നോർത്ത് വില്ലേജ് സമ്മേളനം കുഞ്ഞുമംഗലം പുളിയക്കോട് വെച്ച് നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു.
വന്യജീവി ആക്രമണത്തിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കണമെന്നും കാലവർഷക്കെടുതിയിൽ വിളനാശം വന്നവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷക സംഘം കുഞ്ഞിമംഗലം നോർത്ത് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. 1935 ലക്നൌവിൽ ചേർന്നിട്ടുള്ള കർഷകരുടെ ഒരു മഹാസമ്മേളനത്തിലാണ് നാം ഇപ്പോൾ അണിനിരന്നിട്ടുള്ള ഈ അഖില ഇന്ത്യ കിസാൻ സഭ രൂപം കൊള്ളുന്നത്. സ്വാമി സഹജാനന്ദ സരസ്വതി പ്രസിഡന്റായിട്ടും NG രംഗ സെക്രട്ടറിയായിട്ടും ജന്മം കൊടുത്തിട്ടുള്ള ഈ സംഘടന 1935 മുതൽ ഇന്ന് വരെയുള്ള നാളുകളിൽ ഈ രാജ്യത്തെ കർഷകരെ ബാധിക്കുന്ന സമൂലമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പൊരുതി മുന്നേറി വളർന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇന്ന് ഏറെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു സംഘടനയായിട്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കാന ജനാർദ്ദനൻ പതാക ഉയർത്തി. KV ജ്യോതിഷ് സ്വാഗതം ആശംസിച്ചു. KP സുരേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. N കാർത്തിയായനി, KV ലക്ഷ്മണൻ, സജിത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318 മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുമായി ചേർന്ന് മെഗാ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318 മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുമായി ചേർന്ന് മെഗാ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുജ വിനോദ് സ്വാഗതം ആശംസിച്ച ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ മുഖ്യാതിഥിയായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. യോഗ 2ാം ബാച്ചിന്റെ ഉദ്ഘാടനം രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ഉദ്ഘാടനം ചെയ്തു. 10ാം വാർഡ് സംഘം സാംസ്കാരിക നിലയത്തിൽ യോഗ 2ാം ബാച്ചിന്റെ ഉദ്ഘാടനം രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമ V ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KC ഖാദർ അധ്യക്ഷത വഹിച്ചു. യോഗ ഇൻസ്ട്രക്ടർ ഷൈജു KP, ബാലകൃഷ്ണൻ T, VV ബാലൻ, സീന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് 1ാം ബാച്ചിന്റെ യോഗാഭ്യാസ പ്രകടനവും കുമാരി ശ്രീലക്ഷ്മിയുടെ യോഗ ഡാൻസും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രസ് ഫോറം പയ്യന്നൂരും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികൾക്കായി നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. M വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പയ്യന്നൂരും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികൾക്കായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പും കണ്ണട വിതരണവും സംഘടിപ്പിച്ചു. കല്യാശ്ശേരി MLA M വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിലും അതോടൊപ്പം തന്നെ നേത്രപരിശോധനയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആധികാരികമായി പറയാനാണില്ലാത്തതാണ് ഡോക്ടർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കണ്ണിലേക്കും വരാനുള്ള സാധ്യതയും പല രൂപത്തിലാണ്. നമ്മുടെ ജീവിതത്തെ ഇത്രയും തിരക്കുള്ള ജീവിതത്തെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നടക്കുന്ന നേത്രപരിശോധനയിൽ ഇവിടെ ഇത്രയും നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ ഇവിടെ എത്തിയതും അതിനെ വളരെ ഗൗരവപൂർവ്വം കാണുന്നു തന്നെയാണ്. പ്രസ് ഫോറം പ്രസിഡന്റ് സന്തോഷ് PA അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുകുമാരൻ സ്വാഗതം ആശംസിച്ചു. മുകേഷ് അത്തായി, UV രാമചന്ദ്രൻ, PV പപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.